പിണറായി വിജയൻ എന്താവശ്യമുണ്ട് വെള്ളാപ്പള്ളിയോട് പറഞ്ഞാൽ മതി, വെള്ളാപ്പള്ളിക്ക് എന്താവശ്യമുണ്ട് പിണറായിയോട് പറഞ്ഞാൽ മതി. LDF അവകാശപ്പെടുന്നൊരു സാധനം, പ്രത്യേകിച്ചൊരു തെളിയിക്കപ്പെട്ട അഴിമതി ആരോപണങ്ങൾ പറയാനില്ല. പരമമായ അധികാരം പരമമായി ദുഷിപ്പിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംഭവം UDF തിരിച്ചടിയായി എന്നുള്ളതാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭ താരതമ്യം എത്രയോ ഭേദമായിരുന്നു. ഇത് ഞാൻ ഇന്ന് പറയുന്നതല്ല, അന്നേ പറഞ്ഞൊരു കാര്യമാണ്. അല്ല, ശശി തരൂരിനെ വിശ്വാസത്തിലെടുക്കാതിരുന്നത് കോൺഗ്രസ്സുകാരാണല്ലോ. ഗാന്ധി അയച്ച കത്തിൽ, അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ ആരോപിച്ച ഒരു കാര്യം എന്താണ്? കോൺഗ്രസ്സുകാരുടെ അഴിമതിയാണ്. അതിനെ കവച്ചു വെക്കാൻ ഒരു സർക്കാരിന് സാധിക്കുമോ? ഈ ജനങ്ങൾ ഇറങ്ങി ഒരു പ്രതിപക്ഷമായി മാറില്ല. സാമൂഹ്യ നീതിക്ക് വേണ്ടിയ രാഷ്ട്രീയം, വികസനം വേണ്ടേ? വികസനം അതിന്റെ കൂടെ പോകണം. അല്ല, വെള്ളാപ്പള്ളി പറഞ്ഞതിനെ നിഷേധിച്ചില്ല എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ മാഷ് പറഞ്ഞ പോലെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തു. പൗരോഹിത്യത്തെ ശാക്തീകരിക്കുക, അതാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശം എന്താണെങ്കിലും തിരക്കില്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഈ പിടിപ്പുകേട് കൊണ്ട് ഈ UDF ശിഥിലമായി ഒരുപക്ഷെ ലീഗ് കൂടി വിട്ടുപോയാൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ നമ്മൾ മാറി വോട്ട് ചെയ്യണല്ലോ. ഇവിടെ ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? BJPയും LDF തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കുമോ? MN കാരശ്ശേരിയാണ് എനിക്കിപ്പം. നമസ്കാരം മാഷേ. നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇതേപോലെ ഒന്നിരുന്നിരുന്നു. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞ ഒരുപാട് ആൾക്കാരെ കേട്ടു. ഇപ്പോൾ വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ പടിവാൽക്ക് എത്തുകയാണ്. സമൂഹ മാധ്യമങ്ങളിലും പുറത്തുമൊക്കെ രാഷ്ട്രീയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം ഒരു മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ തുടർഭരണം ഉണ്ടാകുമോ എന്നുള്ളതാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു തുടർഭരണ സാധ്യത എത്രത്തോളം ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്? തുടർഭരണ സാധ്യത ഇല്ല എന്ന് പറയാനാണ് എനിക്കിഷ്ടം. എന്താ കാരണം വെച്ചാൽ, ഒന്നാം പിണറായി സർക്കാരിനെ പറ്റി പല കാര്യത്തിലും നല്ല അഭിപ്രായമുള്ള ആളായിരുന്നു ഞാൻ. അതിന് തെളിവ്, ആ കാലത്ത് പലപ്പോഴും കൈരളി എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. അതിൻ്റെ അവസാനത്തിൽ ഞാൻ മനോരമ ദിനപത്രമായിട്ടുള്ള ഓൺലൈൻ പത്രമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ തുടർഭരണം വരാത്തതാണ് നല്ലത് എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് ഞാൻ ഒരു ചതുർത്ഥിയായത്. ഞാൻ പറയാൻ കാരണം, ആ തുടർഭരണം കൊണ്ട് കേരളത്തിനും LDFനും ഒരുപോലെ നാശമാണ് എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞത്. അതിന് തെളിവ്, 3 പതിറ്റാണ്ടിലധികം തുടർച്ചയായിട്ട് വെസ്റ്റ് ബംഗാൾ ഭരിച്ചു CPM. അതുകൊണ്ട് വെസ്റ്റ് ബംഗാളിനും നഷ്ടമായി, CPMന് നഷ്ടമായി. അപ്പോൾ അവരവിടെ ഇല്ലാതെയായല്ലോ പാർട്ടി. കേരളത്തിന് കിട്ടിയ ഒരു രക്ഷ LDF UDF LDF UDF ഇങ്ങനെ മാറി മാറി ഭരിക്കുകയാണ്. 5 കൊല്ലം കഴിഞ്ഞാൽ ഇതിന് മറുപടി പറയേണ്ടി വരും എന്ന തരത്തിലൊരു ബേജാറ്, ഒരു ഉത്തരവാദിത്വം, ഒരു അക്കൗണ്ടബിലിറ്റി മുന്നണികൾക്കുണ്ടായിരുന്നു. അത് നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ധാരാളം രഞ്ജിത്ത് കേട്ടൊരു വാക്യം ഞാൻ പറയാം. ബ്രിട്ടനിൽ ആക്ടൺ എന്ന് പേരായിട്ടൊരു രാഷ്ട്രീയ ചിന്തകനുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ച 1902. അദ്ദേഹത്തിനൊരു വാക്യം വളരെ പ്രസിദ്ധമാണ്, വളരെ പ്രധാനമാണ്. അധികാരം ദുഷിപ്പിക്കുന്നു, പരമമായ അധികാരം പരമമായി ദുഷിപ്പിക്കുന്നു. പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. ഇത് ആർക്കും ബാധകമാണ്. ഇപ്പോൾ ഇങ്ങനെ ഇത് ബാധകമല്ലാതെ ഇന്ത്യയിൽ ഞാൻ കണ്ട ഒരാൾ ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ മഹാനായ പ്രധാനമന്ത്രിയായിരുന്നു. തുടർച്ചയായി 17 കൊല്ലം അദ്ദേഹം ഭരിച്ചു. ആ തരത്തിൽ പല അപകടങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. നെഹ്റുവിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. നെഹ്റുവിൻ്റെ ഭാഗത്ത് അദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റിയില്ല എന്നല്ല, തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട്. മനുഷ്യനല്ലേ തെറ്റ് പറ്റും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 59 കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട EMS മന്ത്രിസഭയെ പിരിച്ചുവിടാൻ വേണ്ടി അദ്ദേഹം ശുപാർശ ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പറ്റിയൊരു തെറ്റാണ്. അങ്ങനെ തെറ്റൊക്കെ പറ്റും, മനുഷ്യന്മാരിൽ ആർക്കും പറ്റും. അതിപ്പോൾ ഗാന്ധിക്കും പറ്റും തെറ്റ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, അധികാരം ദുഷിക്കുന്നതിൻ്റെ അങ്ങനെ അതായത് രണ്ടാം പിണറായി സർക്കാർ വന്നിരുന്നില്ലെങ്കിൽ കേരളത്തിന് കുറച്ചുകൂടി മെച്ചാവുമായിരുന്നു. LDFന് ഇപ്പോൾ ഇന്നത്തെ അപജയം വരില്ലായിരുന്നു. അന്നത്തെ പ്രവചനം ശരിയായി എന്നാണ് ഇപ്പോഴും വിചാരിക്കുന്നത്. അതങ്ങനെ അല്ല, പ്രവചനമല്ല, എൻ്റെ മോഹം പറയാണ്. പ്രവചിക്കാനുള്ള ശേഷി രണ്ടാം പിണറായി സർക്കാർ, അതായത് അന്ന് ഒന്നാം പിണറായി സർക്കാർ താരതമ്യേന എത്രയോ ഭേദമായിരുന്നു. എന്നിട്ട് പോലും, കാരണം അത് അങ്ങനെ വരും, കാരണം അത് ഭരിക്കുന്ന പിണറായി ഒറ്റയ്ക്കല്ലല്ലോ. അദ്ദേഹത്തിനൂടെ മന്ത്രിസഭാ അംഗങ്ങളുണ്ട്, പിന്നെ ഈ ഉദ്യോഗസ്ഥന്മാരുണ്ട്, പിന്നെ ഈ പറഞ്ഞ മാതിരി പഴയ പിണറായിയുടെ ഒരു വാക്ക് ഉപയോഗിച്ചാണ് അവതാരങ്ങളുണ്ടാവും. ഇപ്പോൾ ശിവശങ്കരൻ ഒരു അവതാരമായിരുന്നു, ഒരു ഉദാഹരണം പറയാം. അല്ലെങ്കിൽ സരിതാ നായർ, അല്ലെങ്കിൽ സ്വപ്ന സുരേഷ്, അല്ലെങ്കിൽ P ശശി, അങ്ങനെ ഒരുപാട് അവതാരങ്ങൾ ഉണ്ടാവും. പല തരത്തിലുള്ള, ഇപ്പം തന്നെ
നമ്മൾ പുതിയ പേരുകൾ കേട്ടു തുടങ്ങിയല്ലോ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു അവതാരമാണ്, അല്ലെ മുരാരി ബാബു എന്ന് പറയുന്ന വേറൊരു അവതാരമാണ്. അപ്പോൾ ഈ തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ അധികാരത്തിൻ്റെ സ്വഭാവമാണത്. അതിപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, നെഹ്റുവിൻ്റെ കാലത്തെ പറ്റി പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, രണ്ടാം പിണറായി സർക്കാർ വന്നു, അതിപ്പോൾ തീരാൻ പോവാണ്. അപ്പോൾ മൂന്നാം പിണറായി സർക്കാർ വന്നാൽ LDFിൻ്റെ കാര്യം അവരിതിനേക്കാൾ മോശമാവും, കേരളം ഇതിനേക്കാൾ മോശമാവും. അപ്പോൾ അത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. എങ്ങനെ? അതിനിടയ്ക്ക് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും UDF, ഞാൻ കോൺഗ്രസ്സുകാരനല്ല, ഞാൻ UDF അനുഭാവിയല്ല, ഞാൻ എന്താണ് എപ്പോഴും പ്രതിപക്ഷത്തുള്ള ഒരാളാണ്. അപ്പോൾ LDF ഭരിക്കുമ്പോൾ UDF വരണം എന്ന് വിചാരിക്കും, UDF ഭരിക്കുമ്പോൾ LDF വരണം എന്ന് വിചാരിക്കും. ഇതാണ് ഇപ്പോൾ പൊതുവെ ജനങ്ങൾ, ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയാണ്. എന്താ കാരണം? ഇവിടെ എല്ലാവരും പാർട്ടി വോട്ടുകളല്ലത്. പാർട്ടി വോട്ടാണെങ്കിൽ ഏതോ ഒരു പാർട്ടിയല്ല. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലുള്ള മാതിരി 33 കൊല്ലം അവർ തന്നെ ഭരിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അത് മാറി മാറി വരുന്നതിനർത്ഥം ജനങ്ങൾ കൃത്യമായി ഏതെങ്കിലും, ഇപ്പോൾ ഇവിടുത്തെ ഡിസൈസീവ് ഫാക്ടർ, നിർണായക ശക്തി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെ മുന്നണിയുടെ വോട്ട് ബാങ്കുകളല്ല. അവർ സന്ദർഭം അനുസരിച്ചും സാഹചര്യം അനുസരിച്ചും പ്രശ്നാധിഷ്ഠിതമായിട്ടും ഇഷ്യൂ ബേസ്ഡ് ആയിട്ടൊക്കെ വോട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരൊക്കെ വോട്ട് ചെയ്തു. 99 സീറ്റിൻ്റെ ഭൂരിപക്ഷം കിട്ടി പിണറായി തിരിച്ചു വന്നു. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളെയും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരെയും ഒക്കെ വളരെ ദുഷിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ തോന്നൽ. ഈ ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരും രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാരും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ രണ്ടാം പിണറായി സർക്കാർ എത്തുമ്പോഴേക്കും പ്രതിച്ഛായയ്ക്ക് കോട്ടം സംഭവിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം ആ ഒന്നാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭ താരതമ്യം എത്രയോ ഭേദമായിരുന്നു. ഇത് ഞാൻ ഇന്ന് പറയുന്നതല്ല, അന്നേ പറഞ്ഞൊരു കാര്യമാണ്. ഒരു ഉദാഹരണം പറയുക, ശൈലജ ടീച്ചർ, അവർ നല്ല ആരോഗ്യമന്ത്രിയായിരുന്നാണ് അന്നും ഇന്നും എൻ്റെ അഭിപ്രായം. ആ വാക്ക് എനിക്ക് ഒരു വ്യക്തിപരമായി ചെറിയ പരിചയം ഉണ്ടായിട്ട് പോലും വീണ ജോർജിനെ പറ്റി പറയാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ മെഡിക്കൽ കോളേജുകളുടെ ഭരണത്തിൻ്റെ കാര്യത്തിലോ അനവധി കാര്യങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതുപോലെ മറ്റേ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ് എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഇന്നത്തെ മന്ത്രി ശിവൻകുട്ടിയേക്കാൾ എത്രയോ ഭേദപ്പെട്ട ഒരാളായിരുന്നു. അതുപോലെ ബാലഗോപാലിനേക്കാൾ ഭേദപ്പെട്ട ഒരാളാണ് തോമസ് ഐസക്ക്. പിന്നെ കടകംപള്ളി സുരേന്ദ്രനേക്കാൾ ഭേദപ്പെട്ട ഒരാളാണ് ജി സുധാകരൻ. അങ്ങനെ ഇപ്പോൾ ജി സുധാകരൻ ഒരു അഴിമതി ഇല്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തെപ്പറ്റി ആരും അഴിമതി പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം ഒരു എല്ലാം തുറന്നു പറയുന്ന ഒരാളാണ്. തുറന്നു വരുന്ന കണക്ക് കള്ളത്തരം ഉണ്ടാവുമല്ലോ. സുധാകരന് അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ വിശ്വാസമാണ്. എന്താ കാരണം? ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരാളാണ്. അങ്ങനത്തെ ആളുകളൊക്കെ ഇപ്പം പാർട്ടിയിൽ നിന്ന് അകന്നുപോയി. പാർട്ടി എന്താണ് ഈ തരത്തിലുള്ള അപജയത്തിന് കൂട്ടുനിൽക്കാത്ത ഒരാളാണ് സുധാകരൻ. അതുപോലെ പലരും, ഇപ്പോൾ തോമസ് ഐസക്ക്. അങ്ങനെ അപ്പോൾ താരതമ്യേന കഴിവ് കുറഞ്ഞവർക്കാണ് മന്ത്രിസ്ഥാനം കിട്ടുക എന്നാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലം വന്നപ്പോൾ നമുക്ക് തോന്നിയത്. അതിൽ പ്രധാനമായിട്ടും LDF അവകാശപ്പെടുന്നൊരു സാധനം, പ്രത്യേകിച്ചൊരു തെളിയിക്കപ്പെട്ട അഴിമതി ആരോപണങ്ങൾ പറയാനില്ല. കേന്ദ്ര സർക്കാർ ഇത്രയും സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും സംസ്ഥാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒരു മെച്ചപ്പെട്ട ഭരണമാണ്, അതുകൊണ്ട് തുടർഭരണം കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ LDF മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട അല്ല രഞ്ജിത്ത്, ഞാൻ നേരത്തെ പറയാമെന്ന് വഴിമാറിപ്പോയി നമ്മൾ. അതായത് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് വരെ ജയിക്കുന്നത്. 18 സീറ്റ് UDF ജയിക്കുന്നത്. അപ്പോൾ ഞാൻ UDF എന്നല്ല, ഞാൻ ഇന്ത്യ ബ്ലോക്ക് എന്നാണ് പറയുക. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സഖ്യമാണ് ഇന്ത്യ ബ്ലോക്ക്. ആ ഇന്ത്യ ബ്ലോക്ക് വന്നാലേ ഇന്ത്യ രക്ഷപ്പെടൂ. BJP പിന്നെ കൂടെ ഹിന്ദുരാഷ്ട്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനൊരു നമുക്കൊരു പ്രതിവിധി എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യ ബ്ലോക്കാണ്. ആ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഒരു കഷ്ണത്തെയാണല്ലോ നമ്മൾ UDF എന്ന് പറയുന്നത്. ആ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമാണ് CPM. എവിടെ? കേരളത്തിന് പുറത്തൊക്കെ CPM അതിൻ്റെ ഭാഗമാണ്. സീതാറാം യെച്ചൂരി അതിനനുകൂലിച്ചിരുന്ന ഒരാളാണ്. പ്രകാശ് കാരാട്ടിന് അതിനെതിരായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. MA ബേബിക്ക് മിണ്ടാൻ പറ്റില്ല. എന്താ കാരണം? അദ്ദേഹം കേരളീയനാണ്. തമിഴ്നാട്ടിൽ ഇവരുടെ വോട്ട് കിട്ടിയിട്ട് 2 MP CPM-നുണ്ട്. അപ്പോൾ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചാൽ ആ പ്രതീക്ഷ, അപ്പോൾ ബൈ ഇലക്ഷനും വലിയ പ്രതീക്ഷ ഉണ്ടാക്കി. അത് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു വരുന്നത്. ഇതിൽ വലിയൊരു പ്രതീക്ഷയ്ക്ക് എന്നെപ്പോലുള്ള പലർക്കും
പ്രതീക്ഷയ്ക്ക് വലിയ തിരിച്ചടി തന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കാരണം അദ്ദേഹത്തെ പറ്റി എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. എനിക്കിതല്ല പലർക്കും ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരനാണ്, നന്നായിട്ട് സംസാരിക്കും, ഇംഗ്ലീഷും മലയാളമൊക്കെ അറിയാം. പക്ഷേ ആ ആരോപണം വന്നപ്പോൾ അപ്പം രാജിവെക്കേണ്ടതാണ് അദ്ദേഹം. കാരണം അതിന് തെളിവ് അദ്ദേഹം കുറ്റവാളിയാണോ? കുറ്റവാളിയാണെന്ന് ഞാൻ പറയാം. എന്താ കാരണം? എനിക്ക് തെളിവൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ആരോപണം പോലും അദ്ദേഹം നിഷേധിച്ചില്ല. വന്ന ഓഡിയോ ക്ലിപ്പ് ഞെട്ടിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളാണ്. അതായത് എനിക്ക് നിന്നെ കൊല്ലാൻ ഏതാനും നിമിഷം മതി എന്നൊരു സ്ത്രീയോട് പറയാണ്. ആര്? ഒരു തിരഞ്ഞെടുക്കപ്പെട്ട MLA, ഒരു പാർട്ടിയുടെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. അപ്പോൾ ആ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹം നിയമസഭാ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി. അദ്ദേഹം പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ നിന്ന് തന്നെ 6 മാസത്തേക്കോ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? രാജിവെക്കുകയാണ്. രാജിവെച്ചില്ല. അപ്പോൾ ആ രാജിവെക്കാതിരുന്നപ്പോൾ എന്തായി? അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ നേരത്തെ തന്നെ വിൻസെൻറ്റിനെ പറ്റി ഇങ്ങനെ ആരോപണമുണ്ട്. എൽദോസ് രാജിവെച്ചിട്ടില്ല, വിൻസെൻ്റ് രാജിവെച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഇവർ മുകേഷ് രാജിവെക്കണമെന്ന് ഇവർ പറയൽ? ഒരു ചെറിയ ഉദാഹരണം ചോദിക്കണേ. അപ്പോൾ മുകേഷ് രാജിവെച്ചില്ലല്ലോ എന്ന് പറയാൻ പാടില്ല കോൺഗ്രസ് MLA അല്ലെ പാർട്ടി. അപ്പോൾ കാരണം ഇവർ തമ്മിലൊരു വ്യത്യാസം വേണ്ടേ? അപ്പോൾ വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നത് ഞാൻ വിഡ്ഢിയായതുകൊണ്ട് വിചാരിച്ചതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാതിരുന്നപ്പോഴാണ് അതിൻ്റെ ആ ടെമ്പോ പോയത്. ഒരു ടെമ്പോ ഇങ്ങനെ ഉണ്ടായി വന്നിരുന്നു. ആ ടെമ്പോ നശിപ്പിച്ച ആരാണ്? രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും നിഷേധിച്ചില്ല, രാജിവെച്ചില്ല. എന്നിട്ടൊരു വെല്ലുവിളി മാതിരി അദ്ദേഹം നിയമസഭയിൽ വരികയാണ്. ആലോചിച്ച് നോക്കൂ, ജനങ്ങളോടുള്ള വെല്ലുവിളി അത്. പ്രതിപക്ഷ നേതാവ് VD സതീശനോടല്ല ആ വെല്ലുവിളി, അതാരോടാണ്? ജനങ്ങളോടാണ്. ഇപ്പോൾ അവർ പറഞ്ഞ ന്യായം എന്താ? അവിടെ ബൈ ഇലക്ഷൻ വന്നാൽ BJP ജയിക്കും. ബൈ ഇലക്ഷൻ വന്നാലും ഇല്ലെങ്കിലും ഏത് ഇലക്ഷൻ വന്നാലും ഇനി അവിടെ BJP ജയിക്കുകയുള്ളൂ. പാലക്കാട്ട് 2ാം സ്ഥാനത്തായിരുന്നു BJP നേരത്തെ. ഇപ്പോൾ ഇവർക്ക് പുറത്തിറങ്ങിയിട്ട് അവരോട് പറയാൻ പറ്റുമോ? അവിടുത്തെ UDF പ്രവർത്തകന്മാർക്ക് ആലോചിച്ച് നോക്കൂ. കോൺഗ്രസ് മാത്രമല്ലല്ലോ, അതിൻ്റെ കൂടെയുള്ള മുസ്ലിം ലീഗില്ലേ, മറ്റു കക്ഷികളില്ലേ, അവരൊക്കെ. അപ്പോൾ എന്നിട്ട് വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന് 2ഓ 3ഓ ചർച്ചയിൽ പറഞ്ഞു. ഒരു ചർച്ചയിൽ ആദ്യത്തെ ചർച്ചയിൽ എൻ്റെ ഓർമ്മ, അദ്ദേഹം വളരെ പ്രതീക്ഷ ഉണ്ടാക്കിയ ഒരാളാണ്. അദ്ദേഹത്തിന് തെറ്റുപറ്റിയെങ്കിൽ അദ്ദേഹം അത് ഏറ്റു പറയണം, അതിൻ്റെ ശിക്ഷ അദ്ദേഹം ഏറ്റുവാങ്ങണം, അദ്ദേഹം രാജിവെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാജിവെക്കണം എന്ന് പറഞ്ഞ ഭാഗം ഒഴിവാക്കിയിട്ട് മറ്റത് മാത്രം എടുത്ത് പ്രചരിപ്പിച്ചു. എന്നിട്ട് എന്താ ഇത്? രാഹുൽ മാങ്കൂട്ടത്തിനെ കാരശ്ശേരി ന്യായീകരിച്ചു. ഞാൻ എന്തിനാ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നത്? എനിക്കിനിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ നിന്നോ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നോ എന്ത് കിട്ടാനാണ്? എനിക്ക് 75 വയസ്സായി. എനിക്കിനി വൈസ് ചാൻസലറാകാൻ പറ്റില്ലല്ലോ, രജിസ്ട്രാർ ആകാൻ പറ്റില്ല, സാഹിത്യ അക്കാദമി പ്രസിഡന്റോ സെക്രട്ടറി ഒന്നും എനിക്ക് വേണ്ടേ. എനിക്ക് ഇതൊന്നും മോഹിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും. അതുകൊണ്ട് എനിക്കിവരുടെ കയ്യിൽ നിന്നൊന്നും കിട്ടാനില്ല, ഒന്നും വേണ്ടതാണ്. ഞാനൊരു സ്ഥാനമോ മാനോ പദവിയോ പണോ ആഗ്രഹിച്ചിട്ടൊരു വർത്തമാനം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ടാവും, പക്ഷേ ഞാൻ ആരെയും പേടിച്ചിട്ടോ ആരെയും പീഡിപ്പിക്കാൻ ഒന്നും പറയേണ്ട ആവശ്യമുള്ള ആളല്ലേ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംഭവം UDFന് തിരിച്ചടിയായി എന്നുള്ളതാണ്. തിരിച്ചടിയാവും. അത് 140 മണ്ഡലങ്ങളിലും അതിന് മറുപടി വരേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാൻ ഞാൻ അതിൻ്റെ സൗകര്യം ആർക്കാ? LDFനാണ്. കാരണം അവരുടെ എന്തുകൊണ്ടാണ് P. ശശി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നിട്ട് കേരളം ഭരിക്കുന്നത്? എന്തുകൊണ്ടാണ് PK ശശിക്കെതിരായിട്ട് ഷൊർണൂർ MLA ആയിരുന്നാൾക്ക് ഒരു നടപടി എടുക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് മുകേഷ് രാജിവെക്കാഞ്ഞത്? അതിനൊന്നും മറുപടി ഉണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞാൽ മതിയല്ലോ. ഇതിവർക്ക് അറിയണ്ടേ? രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ അതിൻ്റെ ഗുണം UDFനാണെന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിനാണെന്ന്. രാഹുലിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ് ആണെന്ന്. കോൺഗ്രസ്സുകാരാണ്, അവർക്ക് ഈ ധാർമ്മിക ബോധമില്ല. കോൺഗ്രസിൻ്റെ വലിയ മഹിമ എന്താണ്? കോൺഗ്രസിൻ്റെ പാരമ്പര്യം വലുതാണ്. അതിന് ഏറ്റവും വലിയ അവർക്ക് ഞാൻ എപ്പോഴും അവരോട് പറയാറുണ്ട്, വലിയ അപകടം. എന്താ കാരണം? അവരുടെ പ്രസിഡന്റായിരുന്നു മഹാത്മാഗാന്ധി 1924. ചില്ലറ ഭാരമല്ലത്. മഹാത്മാഗാന്ധി നിങ്ങളുടെ പ്രസിഡന്റായിരുന്നു പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? മാത്രമല്ല, നമ്മൾ മറന്നു പോകരുത്, 10 കൊല്ലം കഴിഞ്ഞപ്പോൾ 1934 ഗാന്ധി രാജിവെച്ചു കോൺഗ്രസ്. രാജിവെച്ചിട്ട് എഴുതിയ കത്തിൽ അന്ന് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? സ്വാതന്ത്ര്യം കിട്ടാൻ പിന്നെയും 13 കൊല്ലം ബാക്കിയുണ്ട്. അത് പറയാണ് കോൺഗ്രസ്സുകാരുടെ അഴിമതിയിൽ പറയുന്നുണ്ട്. ഗാന്ധി അയച്ച കത്തിൽ അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിൽ ആരോപിച്ച ഒരു കാര്യം എന്താണ്? കോൺഗ്രസ്സുകാരുടെ അഴിമതിയാണ്. അന്ന് ഈ ഇടക്കാല തെരഞ്ഞെടുപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മനസ്സിലായോ? അപ്പോൾ ഞാൻ പറയുന്നത്, ആ ടെമ്പോ നശിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വം രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അപ്പോൾ എന്നോട് ഇതുപോലൊരു യൂട്യൂബർ ചോദിച്ചു, മാഷ് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ചത്?
ഞാൻ ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെ തൂക്കിക്കൊണ്ടെന്ന് CPM പറഞ്ഞിരുന്നോ? ഇല്ല. അവരെന്താ പറഞ്ഞത്? രാജിവെക്കണം. ഞാനോ എന്നെ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നാണ് CPM പറഞ്ഞത്. ഞാനും അതാ പറഞ്ഞത്. അദ്ദേഹം രാജിവെച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ സൗകര്യം ആർക്കാണ്? CPM-നാണ്. കാരണം അപ്പോൾ അവരുടെ പല കാര്യം ഇവിടെ ഒരു വലിയ തമാശ. ഇവിടുത്തെ രാഷ്ട്രീയ ചർച്ച എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലേ എന്നാ ചോദിക്കുക. ഇപ്പം നിങ്ങൾ കട്ടില്ലേ? അയൽവക്കക്കാരനും കട്ടു എന്ന് പറഞ്ഞാൽ ഇത് തീർന്നു. ഇവിടെ നിലനിൽക്കുന്ന ഒരു ഭരണവിരുദ്ധ വികാരത്തിന് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടം ഒരു എതിർ ഫാക്ടറായി മാറും. UDF-ന് തിരിച്ചടിയാവും. അത് അതിൻ്റെ ഗുണം മുഴുവൻ LDF-നല്ല, BJP-ക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കാണിക്കുന്നതിൻ്റെയും പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലെ മുരാരി ബാബു തുടങ്ങിയുള്ള ആളുകൾ കാണിച്ചിട്ടുള്ള ശബരിമല സ്വർണ്ണ കൊള്ളയുടെയും ഒക്കെ ഗുണഭോക്താക്കളാക്കാൻ പോകുന്നത് UDF അല്ല, BJP-യാണ്. അതാണ് ഇപ്പോൾ ഈ ഇലക്ഷന് ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം അതിലിപ്പോൾ ഇവർ എന്തൊക്കെയാണ് CPM കാണിക്കുന്നത്, എന്തൊക്കെയാണ് കോൺഗ്രസ് കാണിക്കുന്നത്. പക്ഷേ അതിൽ ഒരു ഇതേപോലെ കോൺഗ്രസ്സിന് തിരിച്ചടിയാവാൻ സാധ്യതയുള്ളതാണ്. കോൺഗ്രസ്സിനകത്ത് ഒരു യോജിപ്പില്ല. അടുത്ത മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ തുടങ്ങി. അതാണ് അറബിയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങൾ സിംഹത്തെ കൊല്ലുന്നതിന് മുൻപ് അതിൻ്റെ തോൽ ഓഹരി വെക്കരുത്. ഇലക്ഷൻ നടന്നിട്ടില്ല, ഇവർ ജയിച്ചിട്ടില്ല, ഇവർക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. ഇതെല്ലാം അതായത് ഇലക്ഷൻ നടന്ന് ഭൂരിപക്ഷം തീരുമാനമായിട്ട് വേണ്ടതാണ് ആര് മുഖ്യമന്ത്രി ആരാണെന്ന്. അതിപ്പോഴേ തീരുമാനിക്കുക. അത് VD സതീശൻ വേണോ, അതോ K സുധാകരൻ വേണോ, അതോ രമേശ് ചെന്നിത്തല വേണോ, അതോ മുരളീധരൻ തന്നെയാണോ കൊടുക്കേണ്ടത്? അരിച്ചോക്കൂ. അതായത് യാതൊരു വിവേകമില്ലാതെ പെരുമാറുന്നത്. പിന്നെ ഇതിൽ എന്നെ വളരെ നിരാശപ്പെടുത്തിയ ഒരാൾ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുമ്പ് നിരാശപ്പെടുത്തിയ ഒരാൾ ശശി തരൂര. അദ്ദേഹത്തിൻ്റെ ഒരു വായനക്കാരനായിരുന്നു. പണ്ടേ ഞാൻ ശ്രദ്ധിച്ച ഒരാൾ, അത് രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പേ. കാരണം അദ്ദേഹം ഹിന്ദുവിലൊക്കെ കോളം എഴുതിയിരുന്നു. പിന്നെ ഒരു മലയാളിയാണ് എന്നുള്ള നിലയ്ക്ക് പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷും മലയാളമൊക്കെ പ്രസംഗം കേട്ടിട്ടുണ്ട്. വളരെ സുന്ദരനാണ്, വളരെ മധുരമായിട്ട് ചിരിക്കുന്ന ഒരാളാണ്, നന്നായിട്ട് സംസാരിക്കും, പല കാര്യങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടുണ്ട്. പക്ഷേ അദ്ദേഹം കുറച്ചു കാലമായിട്ട് പെരുമാറുന്നത് മുഴുവൻ വളരെ അപകടം പിടിച്ച രീതിയിലാണ്. എൻ്റെ ധാരണ അനുസരിച്ച് അദ്ദേഹമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി UDF-ന് സാധ്യത ഉണ്ടാവുമായിരുന്നു. കാരണം മുസ്ലിം ലീഗിനെ പോലുള്ള ഘടകകക്ഷികൾക്കൊക്കെ സമ്മതനായ ഒരാളാണ് ശശി തരൂർ. ശശി തരൂരിന്റെ കയ്യിലേക്ക് കൊടുക്കാത്തത് മറ്റു കോൺഗ്രസ്സുകാരാണ്. അതെ, അടുപ്പിക്കുന്നില്ല. അല്ല മറ്റൊരു മതിയായിരുന്നേന്. അതായത് ഇപ്പോൾ അദ്ദേഹത്തിന് 3 തവണ തിരുവനന്തപുരത്ത് അദ്ദേഹം ലോക്സഭയിലേക്ക് പോയില്ലേ. ഇനി അദ്ദേഹം ലോക്സഭയിലേക്ക് ജയിക്കുമോ അറിഞ്ഞൂടാ എനിക്ക്. ഇപ്പോൾ അത് എവിടെയാണെന്ന് സംശയം ആർക്ക്? നമുക്കല്ല, അദ്ദേഹത്തിന് സംശയം. ഇപ്പോൾ PM ശ്രീ എന്നുള്ള കരാറിൽ ഒപ്പിട്ടതിനെ അദ്ദേഹം ന്യായീകരിക്കുന്നു. അനവധി ഘട്ടങ്ങളിൽ സ്വന്തം പാർട്ടിയുടെ ഇന്ത്യ ബ്ലോക്കിനെയും അപകടത്തിലാക്കുന്നതുകൊണ്ട് അദ്ദേഹം ഒന്നുകിൽ BJP അനുകൂലമായി സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ മധ്യത്തിലാണ് അദ്ദേഹം എന്ന് തോന്നിക്കുന്നു. അത് ഏത് പാർട്ടിയാണ്? രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് വലുതെന്ന്. അതെ അതെ അതെ. അല്ല, അതൊക്കെ വാചകമാണല്ലോ. രാഷ്ട്രമാണ് വരുന്നപ്പോൾ നമുക്കറിയാം. പക്ഷേ ആ പറഞ്ഞ ആർക്ക് വേണ്ടിയാണ് നമുക്കറിയാം. അപ്പോൾ ഞാൻ പറയുന്നത് അതേ ഏത് പാർട്ടിയിലാണ്, ഏത് മുന്നണിയിലാണ് എന്നിപ്പോൾ നമുക്കാർക്കും അറിയുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന് തന്നെ അറിയില്ല. അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു വിചാരിക്കുക. എനിക്കൊരു സംശയമില്ല, ശശി തരൂർ മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത തവണ എൻ്റെ കണക്ക് കേരള മുഖ്യമന്ത്രി ആവാമായിരുന്നു. ഇനി അത് ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹത്തെ അവരാരും വിശ്വസിക്കുന്നില്ല. അല്ല, ശശി തരൂരിനെ വിശ്വാസത്തിലെടുക്കാതിരുന്നത് കോൺഗ്രസ്സുകാരാണല്ലോ. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ അതല്ല വിഷയതല്ല, എൻ്റെ കണക്കിന് അതല്ല. കാരണം കോൺഗ്രസ്സുകാരുടെ ഇടയ്ക്ക് എന്തൊക്കെ പടലവണക്കങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ ഗ്രൂപ്പ് തർക്കം അതൊക്കെ എന്നുണ്ട്. കോൺഗ്രസ്സിൽ എന്നും ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ്, സമവായം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാൾ എന്നുള്ളതൊക്കെ ശശി തരൂരിൻ്റെ പേര് വരുമായിരുന്നു. വന്നാൽ എൻ്റെ ഊഹം മുസ്ലിം ലീഗ് അതിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു, അദ്ദേഹം മുഖ്യമന്ത്രി ആവുമായിരുന്നു. ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയായി 1-2 വട്ടം കേരളം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്, ഇതൊക്കെ എൻ്റെ ഊഹമുണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണമെന്നാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണമെന്ന് അദ്ദേഹത്തിന് മോഹിക്കാം. അതിപ്പോൾ ഇവിടെ ദേവഗൗഡ പ്രധാനമന്ത്രി ആയിട്ട് ഇന്ത്യ രാജ്യത്ത് അല്ലേ? ദേവഗൗഡ പ്രധാനമന്ത്രി ആയ സ്ഥലത്ത് ആർക്കും പ്രധാനമന്ത്രി ആവാം. അപ്പോൾ എന്താണ് അദ്ദേഹം ഇപ്പോൾ എന്താ കളിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിരാശപ്പെടുത്തുന്ന, അതായത് UDF-ന്റെ തിരിച്ചുവരവിനെ ആദ്യത്തെ അടി ശശി തരൂരിൻ്റെയാണ്. കാരണം ശശി തരൂരിനെ ആളുകൾ പാർട്ടിയോ മുന്നണിയോ നോക്കാതെ വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം മലയാളിയാണ് എന്നുള്ളതിൽ പൊതുവെ മലയാളികൾക്ക് മൊത്തത്തിലൊരു അഭിമാനമുണ്ട്.
ഒരു അന്തർദേശീയ കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ ആരാ നേരത്തെ അങ്ങനെ ഉള്ളത്? വി കെ കൃഷ്ണമേനൻ അങ്ങനെ ഉള്ളത്. വി കെ കൃഷ്ണമേനൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരാൾ, അതായത് അദ്ദേഹം ലണ്ടനിൽ ജനിക്കുന്നു, ഡൽഹിയിൽ വളരുന്നു, ഇംഗ്ലണ്ടിൽ പഠിക്കുന്നു, പിന്നെ UN ന്യൂയോർക്കിൽ അദ്ദേഹം UN ആസ്ഥാനത്ത് വലിയൊരു സ്ഥാനത്തിരിക്കുന്നു. ഞാൻ 2006 അവിടെ പോയപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്, പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. അന്ന് അദ്ദേഹത്തെ അങ്ങനെ പൊതുവെ ആൾക്കാരങ്ങനെ അറിയുന്ന ആളായിട്ടില്ല. പിന്നെ ആ മത്സരിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ പിന്നെ വേറൊരാൾ നമ്മുടെ KR നാരായണ, ഇതുപോലൊരു മലയാളി. പിന്നെ അദ്ദേഹം പിന്നെ ഇവിടുന്ന് 1-2 വട്ടം ജയിച്ചു പോയി, ലോക്സഭയിലേക്ക് എത്തി, പിന്നെ ഉപരാഷ്ട്രപതിയായി, രാഷ്ട്രപതിയായി, അങ്ങനെ മരിച്ചു. അപ്പോൾ അങ്ങനെ ആ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ആകാൻ പറ്റിയൊരു തരത്തിലാണ് KR നാരായണൻ ഉള്ളത്. കാരണം അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള വാദങ്ങളും പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും ഒന്നും പറ്റില്ല. അദ്ദേഹം വളരെ അക്കാഡമിക്കായിട്ട് പഠിച്ചപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ ടൈപ്പുള്ള ഒരാളാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞ മാതിരി അവിടെയൊക്കെ പഠിച്ചു, അവിടെയൊക്കെ കോയമ്പത്തൂരൊക്കെ അധ്യാപകനായി, ഫിലോസഫി പ്രൊഫസറായി, എഴുത്തുകാരനായി വന്നു, പിന്നെ ഉപരാഷ്ട്രപതിയായി, രാഷ്ട്രപതിയായി, അങ്ങനെ. അപ്പോൾ ഞാൻ വി കെ കൃഷ്ണമേനൻ്റെ വലിപ്പമൊന്നും ശശി തരൂരിനുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ആ തരത്തിൽ നമ്മൾ മലയാളികൾ ഇങ്ങനെ പോകുന്നതിൻ്റെ കാരണം ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ജനിച്ചു, കേരളത്തിൽ വളർന്നു, ഇവിടെ കൂടി വന്നാൽ മദ്രാസിലോ ബോംബെയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ പോയി പഠിക്കും. ഇതങ്ങനെ ഇതൊരു ഇൻ്റർനാഷണൽ ആയിട്ടൊരു ഒരു 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 കാഴ്ചപ്പാട്, ഒരു ഔട്ട്ലുക്ക് ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന് പ്രസംഗം കേട്ടാൽ അറിയാം, ലേഖനങ്ങൾ വായിച്ചാൽ അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരാൾ ഇപ്പോൾ കോൺഗ്രസിനകത്ത് ആരാപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ചും പുറത്തും എനിക്ക് അറിഞ്ഞൂടാ വലിയ പണ്ഡിതന്മാർ, ഇപ്പോൾ ജയറാം രമേശിനെ പോലെ ആളില്ലാന്ന് എല്ലാം പറഞ്ഞിട്ടോ, പൊതുവെ എഴുത്തുകാർ, ഗവേഷകന്മാർ, പണ്ഡിതന്മാർ, ചിന്തകന്മാർ അങ്ങനെ ഇല്ലല്ലോ. ഈ അധികാര രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം അദ്ദേഹത്തിന് ഗുണപ്പെട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം ആ കക്ഷി രാഷ്ട്രീയത്തിൽ വീണുപോയി എന്നുള്ളതാണ്. ഇങ്ങനെ അതെ, അല്ല അദ്ദേഹത്തിൻ്റെ മേലെ നിൽക്കേണ്ട ഒരാളാണ്. അദ്ദേഹം മേലെ നിന്നാൽ അത് ഘടകകക്ഷികളും ഒരു കക്ഷിയിലും പെടാത്ത വോട്ടർമാരും മനസ്സിലാക്കുമായിരുന്നു. ഇതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ട് 3ാം പിണറായി സർക്കാർ വരുമല്ലെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ രഞ്ജിത്തിനോട് പറയുന്ന മറുപടി വാസ്തവത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ്. കാരണം ജനങ്ങളുടെ മനസ്സിൽ എന്താ ഉള്ളത്, ഇതൊക്കെ കൂടി വന്നിട്ട് എന്താ അതിൽ ഇപ്പോൾ ഈ കോൺഗ്രസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമുണ്ട്, ശശി തരൂരിൻ്റെ വിഷയമുണ്ട്, KC വേണുഗോപാൽ ടീമൊക്കെ കൂടെ ഒന്നിച്ച് നിൽക്കാത്തതിൻ്റെ പ്രശ്നമുണ്ട്. എങ്കിൽ കൂടി ഒരു ഭരണവിരുദ്ധ വികാരം എത്രത്തോളം ഉണ്ട്? ജനങ്ങൾക്ക് ഈ ഒരു സർക്കാർ മാറിയാൽ കൊള്ളാം എന്നുള്ള തരത്തിൽ ഭരണവിരുദ്ധ വികാരം അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട്. ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ നമ്മൾ മാറി വോട്ട് ചെയ്യണല്ലോ. ഇവിടെ ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? അവിടെയാണ് വരുന്നത്. അവിടെ ആ സ്ഥാനം ഓപ്ഷൻ കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ അവരുടെ കൂടെ മറ്റ് ഘടകകക്ഷികൾക്കോ വോട്ട് ചെയ്യുന്നതിന് ബദലായിട്ട് BJPക്ക് പോയാൽ, BJPക്ക് അങ്ങനെ വലിയ സാധ്യത തന്നെ. പക്ഷേ പല മണ്ഡലങ്ങളിലും ഇപ്പോൾ ആദ്യം വരാൻ പോണത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പാണല്ലോ. അത് പല പഞ്ചായത്തും അവർ പിടിക്കും. അപ്പോൾ അവർ ഭരിക്കുന്ന 8-10 പഞ്ചായത്ത് ഉണ്ട്, അതവർ നിലനിർത്തും. കൂടുതൽ പഞ്ചായത്തുകൾ ഇപ്പോൾ പത്തനംതിട്ടയിൽ അല്ലെ പാലക്കാട്, പന്തളത്ത് അവിടെയൊക്കെ പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റികളോ കോർപ്പറേഷനുകളോ ഒക്കെ, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് വലിയ ഇതുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ അല്ല ഞാൻ പറയാം, ഇപ്പോൾ അവിടെ ഇപ്പം ഉദാഹരണം പറയാം, ഇപ്പോൾ അവിടുത്തെ വനിതാ മേയർ ആര്യ രാജേന്ദ്രൻ അവരുണ്ടാക്കിയ വിവാദങ്ങളുണ്ട്. ഒരാവശ്യമില്ലാതെ അതായത് ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, അവർ കാറ് പിറകിൽ വരികയാണ്, മുമ്പിൽ പോകുന്ന ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് നിർത്തിയിട്ട് വർത്തമാനം പറയേണ്ട ആവശ്യം അവർക്കും അവരുടെ ഭർത്താവ് MLAക്കും ഇല്ലല്ലോ. ഫോണിൽ വിളിച്ചാൽ മതിയല്ലോ, പോലീസ് ആയിക്കോളൂ. അതൊക്കെ പോലീസിന് ഏത് വ്യക്തിയും ഏത് പൗരനും ചെയ്യേണ്ടതാണ് പോലീസിനെ വിളിക്കുകയാണ്. ഒരു മേയർ വിളിച്ചാൽ സൗകര്യമില്ലേ? ഇത് അവിടെ കയറി വർത്തമാനം പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് പിന്നെ CCTVയുടെ ക്യാമറ നശിപ്പിക്കുക, അതിൻ്റെ മെമ്മറി നശിപ്പിക്കുക, ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതിനൊക്കെ ജനങ്ങളെല്ലാവരും ഇത് മറന്നു പോകുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി പറയേണ്ടി വരും. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഇപ്പോൾ പാട്ടും പാടി UDF തിരിച്ചു വരും എന്ന് വിചാരിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സംശയമുണ്ട്. അത് ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് UDF എന്നതിലധികം BJPക്കാണ്. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ, BJPയും LDFും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കുമോ? CJP ഇപ്പം തന്നെ പറയുന്നുണ്ട്. അത് പണ്ട് അയ്യപ്പണിക്കർ സാറ് കവി ഒരിക്കൽ എന്തോ പറഞ്ഞപ്പം എന്നോട് ചോദിച്ചു, CPIM എന്നതിൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് കാരശ്ശേരി വിചാരിക്കണമെന്ന് ചോദിച്ചു.
അപ്പോൾ അദ്ദേഹം തമാശക്കാരനായതുകൊണ്ട് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് തമാശയാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, സർ എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം വേറെ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ക്യാപിറ്റലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ് പണിക്കർ സാർ അന്ന് വളരെ കൊല്ലമായി അത് പറഞ്ഞിട്ട്. ക്യാപിറ്റലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അപ്പോൾ അവർ തമ്മിൽ ഇപ്പോൾ പണ്ട് സന്ദേശം സിനിമയിൽ ശങ്കരാചാര്യ കഥാപാത്രം പറയാൻ അന്തർധാര ഉണ്ടെങ്കിൽ, അതായത് CPM ഇപ്പോൾ എനിക്കിതല്ല, കേരളത്തിൽ പലർക്കും സംശയമുണ്ട് BJP ആയിട്ട് അവരുമായിട്ട് ഒരു അന്തർധാര ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ടെങ്കിൽ അവർ തമ്മിൽ. ഇപ്പോൾ ഉദാഹരണം പറയാം, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിച്ചതിൽ CPMൻ്റെ സഹായമുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. അതിന് കാരണം ആ പൂരം കലക്കിയതാണ്. അതിൽ MR അജിത് കുമാറിന് പങ്കുണ്ട്. അതിൻ്റെ ഗുണഭോക്താവ് ആകാൻ പോകുന്നത് BJP കാൻഡിഡേറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അതൊക്കെ ഏത് കൊച്ചു കുട്ടിയൊക്കെ അറിയുന്ന കാര്യമാണ്. അതിനിപ്പോൾ രാഷ്ട്രീയ നിരീക്ഷണമോ പാണ്ഡിത്യമൊന്നും വേണ്ട. അതിലൊരു പൊതു ലാഭമുള്ളത് തുടർഭരണം വന്നാൽ, ഇപ്പോൾ BJPയുടെ സഹായത്തോടു കൂടി തുടർഭരണം വന്നാൽ BJPക്ക് ഒരു 3-4 സീറ്റുകൾ കിട്ടുന്നു, LDF ഭരിക്കുന്നു, കോൺഗ്രസ് ഇല്ലാതാവുന്നു എന്നുള്ളിടത്ത് ആ ഒരു കോൺഗ്രസ് ഇല്ലാതാവുകയാണ് BJPക്ക് വേണ്ടത്. അതെ, ആ സ്പേസിലേക്ക് BJPക്ക് വളരാൻ സാധിക്കും. അല്ല, സംശയമില്ല. അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് അവരുടെ മുദ്രാവാക്യം BJPയുടെ. അതിനെന്നാലേ അവർക്ക് സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിപ്പോൾ കേരളത്തിലാണ് ഒരു പ്രധാനമായിട്ടുള്ളൊരു സംഗതി ഉള്ളത്. മറ്റുപാട് രാജസ്ഥാനിലോ അങ്ങനെ കുറച്ച് അതൊക്കെ അവിടെയുള്ള ആളുകളൊക്കെ എളുപ്പത്തിൽ കോൺഗ്രസ് ഉള്ളത് BJP ആകാൻ ബുദ്ധിമുട്ടില്ലാത്ത ടീമാണ് അവിടെ ഉള്ളതൊക്കെ. മനസ്സിലായി? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ ഭരണവിരുദ്ധ വികാരത്തിൽ. ഒന്നൊരു സാമുദായികമായിട്ടുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്, രണ്ട് അഴിമതി ആരോപണങ്ങളാണ്. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ LDF കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടില്ല. ഇപ്പോൾ മുനമ്പം വിഷയത്തിലാണെങ്കിലും വഖഫ് വിഷയത്തിലാണെങ്കിലും ഈ ഹിജാബിൻ്റെ വിഷയത്തിലാണെങ്കിലും ഒക്കെ എല്ലാ സമുദായങ്ങളെയും കൂടെ നിർത്തും. ഇപ്പോൾ NSS പോലും LDF സർക്കാർ നല്ലതാണെന്ന് ലേഖനം എഴുതുകയാണ് സുകുമാരൻ നായർ. അതുപോലെ SNDPയുടെ വെള്ളാപ്പള്ളി നടേശൻ സർവാത്മന പിന്തുണ കൊടുക്കുകയാണ്. അപ്പോൾ ഏത് സമുദായത്തെ നോക്കിയാലും LDFനെ അങ്ങനെ മോശം പറയുന്ന സമുദായ ശക്തികളില്ല, മുസ്ലിം കമ്മ്യൂണിറ്റി ഒഴികെ. ഇപ്പോൾ മുസ്ലിം സമുദായിക സംഘടനകളൊക്കെ LDF നിന്ന് കുറച്ചകലം പാലിക്കുന്നു. പക്ഷേ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, NSS, SNDP എല്ലാവരും LDFനെ അനുകൂലിക്കുന്ന സാഹചര്യം. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ കാര്യം, നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആ വാക്ക്, അതുകൊണ്ട് എന്താ ഉണ്ടായത്, നിങ്ങൾ ഇവിടുത്തെ എല്ലാ ആളുകളെയും ഒരു സമുദായത്തിൻ്റെ അംഗങ്ങളാക്കി, ജാതി സമൂഹത്തിൻ്റെ അംഗങ്ങളാക്കി മാറ്റി. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അബിൻ വർക്കിക്ക് അല്ലെങ്കിൽ ചാണ്ടി ഉമ്മന് അർഹമായ സ്ഥാനം പാർട്ടിയിൽ കിട്ടിയിട്ടില്ല എന്ന് പരാതിപ്പെടുന്ന ആരാ? ഇടവകയാ. അവർക്ക് എന്താ അതിനകത്ത് ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത്. അല്ല, ഞാൻ കോൺഗ്രസിൻ്റെ ഇത് ഗവൺമെന്റിനെ പറ്റിയല്ല പറഞ്ഞത്, തെരഞ്ഞെടുപ്പല്ല പറയുന്നത്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് പുനഃസംഘടന നടക്കുമ്പോൾ അതിനകത്ത് അബിൻ വർക്കിക്കും ചാണ്ടി ഉമ്മനും അർഹമായ സ്ഥാനം കിട്ടിയിട്ടില്ല എന്ന് പുരോഹിതൻ പറയുന്നു. അല്ല, അബിൻ വർക്കി കിട്ടാതെ പോയതിനും ഈ സമുദായം ഒരു കാരണം. അല്ല പറയട്ടെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവരെ മാത്രം കുറ്റമല്ല, അതായത് ഇതൊക്കെ സമുദായങ്ങളുടെ വകയിലാണ് ഓഹരി വയ്ക്കുന്നത്. ഇപ്പം ഞാനൊരു കാര്യം കൊണ്ട് ചോദിക്കാം, LDFലോ UDFലോ BJPയിലോ ഉള്ള ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി നമ്പൂതിരി ആണെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ ജയിക്കുമോ? സാധ്യത കുറവാണ്. എന്താ കാരണം? വോട്ട് എന്ന് പറയുന്നത് ജാതിയുടെയും മതത്തിൻ്റെ അടിസ്ഥാനം. നിങ്ങൾ ഏത് പാർട്ടിയായിട്ടും കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ ജനാധിപത്യത്തിൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ ജനാധിപത്യത്തിൻ്റെ അർത്ഥം എന്താ? 140 മണ്ഡലങ്ങളിൽ എവിടെയും ആലോചിച്ച് നോക്കൂ, 57 67 ഒരു ബ്രാഹ്മണൻ, ഒരു നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായ സ്റ്റേറ്റാണ് കേരളം. അല്ല, ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി CPM വളരെ കൃത്യമായി ഈ യാഥാർത്ഥ്യം ഉണ്ടാക്കിയതിൽ CPMന് പങ്കുണ്ട്, കോൺഗ്രസിനുണ്ട് പങ്ക്. ഇത് യാഥാർത്ഥ്യം ഉള്ളതല്ല, നിങ്ങൾ ഉണ്ടാക്കിയതാ. നിങ്ങൾ മനഃപൂർവ്വം നിങ്ങളുടെ രാഷ്ട്രീയമായ പാപ്പരത്വം കൊണ്ട് ഉണ്ടാക്കിയ യാഥാർത്ഥ്യം അത്. ഇത് കുറ്റപ്പാണ് ഇത് സാധനം. കാരണം ഇവിടെ അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടായിരുന്നു? ഇവിടെ ഇപ്പോൾ സംവരണ മണ്ഡലത്തിലല്ലാതെ ഏതെങ്കിലും ഒരു ദളിതൻ ഏതെങ്കിലും മുന്നണിയുടെ പേരിൽ എവിടെയെങ്കിലും മത്സരിക്കാൻ ടിക്കറ്റ് കിട്ടുമോ? ജയിക്കുന്ന അവിടെ കട്ടെ. അപ്പോൾ ആളെണ്ണം കുറഞ്ഞ സമുദായത്തിലെ അംഗമാണ് നമ്പൂതിരി, അയാൾ ജയിക്കില്ല. അയാൾ CPM ആയിട്ട് കാര്യമില്ല, കോൺഗ്രസ് ആയിട്ട് കാര്യമില്ല, BJP ആയിട്ട് കാര്യമില്ല, എന്തായിട്ടും കാര്യമില്ല. മനസ്സിലായോ? ഇപ്പോൾ സംവരണ സീറ്റിൽ മുസ്ലിം ലീഗുകാർ അവരെ കൂടുതലുള്ള ഹരിജൻ ദളിത് ലീഗിൻ്റെ ആൾ നിർത്തി ജയിപ്പിക്കും. അപ്പോൾ അവർക്ക് ഇതുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇങ്ങനെയല്ല ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് വേണ്ടത്.
അതെന്താണ് ഇപ്പോൾ ഇത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രത്യയശാസ്ത്രം പറയണ്ടേ? ഞാൻ ചോദിക്കട്ടെ രഞ്ജിത്തെ, വികസനം ഒരു പ്രത്യയശാസ്ത്രമാണോ? എനിക്ക് മനസ്സിലായിട്ടില്ല. പ്രത്യയശാസ്ത്രം എന്ന സാധനം എന്താണ്? നിങ്ങളുടെ രാഷ്ട്രീയമായ അധികാരം നേടാൻ വേണ്ടിയോ അത് നിലനിർത്താൻ വേണ്ടിയോ അത് പ്രയോഗിക്കാൻ വേണ്ടിയോ ഉപയോഗിക്കുന്ന ആശയ സംഹിതയുടെ പേരാണ് പ്രത്യയശാസ്ത്രം, ഐഡിയോളജി എന്ന് പറയുന്നത്. ഇവിടെ വികസനം ഒരു ഐഡിയോളജി ആയിട്ട് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് കേരള കോൺഗ്രസ്സാണ്. കാരണം അവർക്ക് വേറെ പ്രത്യയശാസ്ത്രം പറയാനില്ല. കോൺഗ്രസ് പിരിഞ്ഞു, അപ്പോൾ വികസനം. അത് നല്ല ഉദാഹരണം കെ എം മാണി. ഞാനൊരിക്കൽ പാലയിൽ പോയിരുന്നു. അപ്പോൾ അവിടുന്ന് പരിചയപ്പെട്ട ഒരാൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് എന്നോട് ചോദിച്ചു, മാഷക്ക് അറിയോ ഇവിടെ എന്തുകൊണ്ടാണ് ഒരു തുറമുഖം ഇല്ലാത്തതെന്ന്? ഞാൻ ചോദിച്ചു, എവിടെ? പാലയിൽ. ഞാൻ പറഞ്ഞു അറിഞ്ഞൂടാ. അല്ല, ഇവിടെ കടലില്ലാത്തതുകൊണ്ട് മാത്രമാണ്. കടലുണ്ടായിരുന്നെങ്കിൽ മാണി സാറ് തുറമുഖം കൊണ്ടുവന്നേ. കാരണം മാണി 50 കൊല്ലം MLA ആണ് അവിടെ, പലപ്പോഴും മന്ത്രിയാണ്, ധനകാര്യമന്ത്രിയാണ്, വലുതുമാണ്. പക്ഷേ ഇതൊന്നും വിഷയമല്ല. ആര് ഭരിച്ചാലും KM മാണി മെനക്കെട്ട് അവിടെ ഏത് ഭാഗത്ത് റോഡ് വേണം, ഏത് ഭാഗത്ത് പാലം വേണം, ഏത് ഭാഗത്ത് ആശുപത്രി വേണം എന്ന് തീരുമാനിച്ച് കൊണ്ടുവരും. അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് കൊണ്ടുവരും. അപ്പോൾ വികസനം എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രമല്ല. അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗംഭീര സംഭവമല്ലേ? ആണ്. നല്ല ആശുപത്രിയില്ലേ? ആണ്. നല്ല ബിൽഡിങ്ങില്ലേ? ഉണ്ട്. നല്ല റോഡില്ലേ? ഉണ്ട്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ ഞാൻ രഞ്ജിത്തിനോട് ചോദിക്കുകയാണ്, അവിടെ ഹർഷിന എന്ന് പേരായ ഒരു വീട്ടമ്മ ഓപ്പറേഷന് വിധേയമായപ്പോൾ ഓപ്പറേഷൻ നടത്താനുള്ള കത്തി അവരുടെ വയറ്റിൽ വെച്ച് തുന്നിപ്പോയി. 5-8 മാസം കഴിഞ്ഞിട്ട് ഈ സംഗതി വന്നപ്പോൾ ഇപ്പോഴും അവർക്ക് നീതി കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സാമൂഹ്യ നീതിയാണ് ലക്ഷ്യം. സാമൂഹ്യ നീതിക്ക് വേണ്ടിയ രാഷ്ട്രീയം. വികസനം വേണ്ടേ? വികസനം അതിൻ്റെ കൂടെ പോകണം. അതിൻ്റെ വികസനം മുൻനിർത്തി നിങ്ങൾക്ക് ഇനി ഒരു നീതിയും വേണ്ട. വികസനം ഉണ്ടല്ലോ. ഇപ്പോൾ എന്നോട് ഞാൻ കഴിഞ്ഞ ആഴ്ച ബഹ്റൈനിൽ പോയിരുന്നു. അപ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു CPMൻ്റെ ഒരു സഖാവ് എന്നോട് ഞങ്ങൾ പരിചയപ്പെട്ട് വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, VSന് ബദലായിട്ട് അന്ന് തന്നെ പിണറായി വന്നിരുന്നെങ്കിൽ കേരളം ഇതിനേക്കാൾ വികസിതമാവുമായിരുന്നു മാഷക്ക് തോന്നുന്നില്ലേന്ന് ചോദിച്ചു. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, വികസനമാണോ സാമൂഹ്യ നീതിയാണോ പ്രധാനം? അയാൾ പറഞ്ഞു വികസനമാണ്. പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് എവിടെ എത്തില്ല. വികസനം എന്ന് പറയുന്നത് എയർപോർട്ടാണ്, അത് ബസ് സ്റ്റാൻഡാണ്, റെയിൽവേ സ്റ്റേഷനാണ്, റോഡാണ്, പാലമാണ്, വളരെ വീതിയുള്ള നഗരങ്ങളാണ്, മറ്റേ മാളുകളാണ്. അത് തന്നെ നരേന്ദ്രമോദിയും പറയുന്നല്ലോ. അതെ, അല്ല ഞാനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഗുജറാത്തിൽ പോയിട്ടുണ്ട് 3 വട്ടം നരേന്ദ്രമോദി അവിടെ. അപ്പോൾ ഇയാൾ പറഞ്ഞു പിന്നെ പിണറായിക്ക് എന്താണ് തുടർഭരണം കിട്ടി. ഞാൻ പറഞ്ഞു മോദിക്ക് ഇങ്ങനെ കിട്ടി, നിങ്ങളെന്താ മോദിയെ കുറ്റം പറയുന്നത്? മോദി 3-ാം വട്ടം CM ആയില്ലേ, അല്ല പ്രൈം മിനിസ്റ്റർ ആയില്ലേ? അതേ 3 വട്ടം ചീഫ് മിനിസ്റ്ററായി, 3 വട്ടം പ്രൈം മിനിസ്റ്ററായി. വികസനം ഉണ്ടല്ലോ. അപ്പോൾ ഈ വലിയ നാഷണൽ ഹൈവേ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അല്ലേ. അപ്പോൾ വികസനം എന്ന് പറയും, ഇത് സ്റ്റാലിൻ പറഞ്ഞതാണ്, ഹിറ്റ്ലർ പറഞ്ഞതാണ്, മുസോളിനി പറഞ്ഞതാണ്, ഇവരൊക്കെ പറയുന്നതാണ്. കാരണം അവർക്ക് വേറെ ഒരു പ്രത്യയശാസ്ത്രമല്ല. സാമൂഹ്യ നീതി എന്നുള്ളൊരു സംഗതിയെപ്പറ്റിയാണ് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. വികസനം കൊണ്ടുവരാൻ രാഷ്ട്രീയക്കാരൻ വേണ്ടല്ലോ, ഉദ്യോഗസ്ഥന്മാർ പോരെ. വികസനം എന്ന് പറയുന്നത് വികസനം വേണ്ടേ? പിന്നെ ഇപ്പോൾ ഞാൻ ഉദാഹരണം ചോദിക്കാം, ഇവിടുത്തെ വികസനവും പ്രകൃതി സംരക്ഷണവും ഒന്നിച്ചു പോകുന്നുണ്ടോ? ഇപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്താണെന്ന് പഠിച്ച ഏതെങ്കിലും പാർട്ടിക്കാരെ അവിടെ ഉണ്ടോ? ഇവിടുത്തെ ഏതെങ്കിലും പാർട്ടിക്ക് ഒരു പരിസ്ഥിതി നയമുണ്ടോ? നമ്മൾ ഉരുൾപൊട്ടുമ്പോൾ ബേജാറാവും. ചൂരൽമലയിൽ, മുണ്ടക്കയിൽ, വയനാട്ടിൽ. അപ്പോൾ അവിടെ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ ഇന്ന പണികൾ എടുക്കാൻ പാടില്ല, ഇന്ന പണികൾ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം ഞാൻ വേറെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഈ മുറ്റത്ത് എന്നോട് പലരും ചോദിക്കും ഇവിടെ എന്താ ഇൻ്റർലോക്ക് വെക്കാത്തത്. അപ്പോൾ അന്നിവിടെ എൻ്റെ മകൻ്റെ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേരക്കുട്ടികളൊക്കെ മണ്ണ് കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ ചോദിച്ചാൽ അവരോട് പറയും ഈ കിണർ ഒരിക്കലും വറ്റിയിട്ടില്ല. കാരണം മഴ വീണാൽ ഈ വെള്ളം ഇവിടെ താഴണം, എന്നാലും ഈ കിണറിൽ വെള്ളം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ ഞാൻ പഴയൊരു കഥ പറഞ്ഞുതരാം. എൻ്റെ വളരെ വേണ്ടപ്പെട്ട എൻ്റെ മൂത്താപ്പയുടെ മകൻ, എൻ്റെ കസിൻ കാരശ്ശേരി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, NM ഹുസൈനാജി. അപ്പോൾ അദ്ദേഹം അവിടെ കുഴൽക്കിണർ വെക്കാൻ പോയി. അപ്പോൾ അവിടെ ഞാൻ മാത്രമാണ് എതിർത്തത്. അപ്പോൾ ചായപ്പിടിയിൽ ഭയങ്കര ബഹളമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു നീ എന്ത് വികസനം കൊണ്ടുവന്നാലും അതിനെതിരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ എങ്ങും വെച്ചേക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അവിടെ കുഴൽക്കിണർ വെച്ച് എല്ലാവർക്കും വളരെ ഹാപ്പിയായി. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ കിണർ വറ്റാൻ തുടങ്ങി. കാരണം ഭൂഗർഭ ജലമാണ് ഇത് ഊറ്റിയെടുക്കുന്നത്. പിന്നെ ഇവർ തന്നെ നെല്ലുണ്ടാക്കിയിട്ടൊക്കെ വലിച്ച് ദൂരെ കളഞ്ഞത്.
മണൽ വാരുന്നതിനെതിരായിട്ട് ശബ്ദശല്യത്തിനെതിരായിട്ടൊക്കെ പണ്ട് വളരെ 10-30 കൊല്ലം മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്. അന്ന് ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഇപ്പോഴും എന്നെ പറ്റി പറയുന്ന കാര്യം വികസന വിരുദ്ധനാണ്. ഈ പരിസ്ഥിതി രാഷ്ട്രീയത്തെക്കുറിച്ചോ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ചോ സാമൂഹ്യ നീതി രാഷ്ട്രീയത്തെക്കുറിച്ചോ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത്. അല്ല അയ്യപ്പ സംഗമം നടത്തുന്നത് മറ്റേതിൻ്റെ പ്രായശ്ചിത്താണ്. അതായത് ഇവിടെ എന്തൊരു രാഷ്ട്രീയം നയിച്ചു നോക്കൂ. 2018 സുപ്രീം കോടതി കേരളത്തിലെ ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം വേണമെന്ന് പറഞ്ഞു അല്ലേ. അതിൻ്റെ 2 കൊല്ലം മുമ്പ് 2016 ബോംബെയിലൊരു പ്രശ്നം ഉണ്ടായി. ബോംബെ ഹൈക്കോടതിയിൽ മഹാരാഷ്ട്രയിലെ ശനിദേവൻ്റെ അമ്പലത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അപ്പോൾ അവർ പരാതി കൊടുത്തപ്പോൾ ബോംബെ ഹൈക്കോടതി പറഞ്ഞു അവരെ പ്രവേശിപ്പിക്കണം. അവർ പ്രവേശിപ്പിച്ചു. 3-4 മാസം കഴിഞ്ഞപ്പോൾ അവിടെ മുസ്ലിങ്ങളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്, ഹാജി അലി ദർഗ. അവിടെ പെണ്ണുങ്ങൾ പ്രവേശനമില്ലാതെ പരാതി കൊടുത്തപ്പോൾ കോടതി പറഞ്ഞു അവിടെ പ്രവേശിപ്പിക്കുന്നുണ്ട്. ഈ രണ്ടിടത്തും പ്രവേശിപ്പിച്ചു. അന്ന് ആരാ മുഖ്യമന്ത്രി എന്നറിയോ? മഹാരാഷ്ട്രയിൽ ഫട്നാവിസ്. ആരാ ഫട്നാവിസ്? BJP നേതാവാ. അദ്ദേഹത്തിൻ്റെ അന്നത്തെ സഖ്യകക്ഷി ശിവസേനയാണ്. ശിവസേനയും BJP ഒന്നിച്ച് ഭരിക്കുമ്പോൾ സുപ്രീം കോടതിയല്ല, സംസ്ഥാനത്ത് ഹൈക്കോടതി, ബോംബെ ഹൈക്കോടതി പറഞ്ഞ അനുസരിച്ച് രണ്ടിടത്തും പ്രവേശനം കൊടുത്തു. കേരളത്തിൽ LDF ഭരിക്കുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ട് നടപ്പാക്കാൻ പറ്റില്ല. ഇപ്പോൾ ആരും അത് പറയുന്നതന്നെയില്ല. അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു തെറ്റിയെന്ന് എൻ്റെ അഭിപ്രായം. അതെന്താ വെച്ചാൽ കോടതിയിൽ അന്ന് ബോധിപ്പിക്കണം, ഞങ്ങളിത് നടപ്പാക്കാം, ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം. എല്ലാ പാർട്ടികളുടെയും ബന്ധപ്പെട്ട കക്ഷികളുടെയും പൊതുയോഗം ആലോചന വിളിച്ച് ഒരു അഭിപ്രായ സമന്വയം കോൺസെൻസസ് ഉണ്ടാക്കിയിട്ട് വേണ്ടിയിരുന്നത് നടപ്പാക്കാൻ. അത് പോലീസിനെ ഉപയോഗിച്ച് സാമുദായിക പരിഷ്കരണം നടത്താൻ പറ്റും. എന്തിനെപ്പറ്റി ഇവർക്ക് എന്ത് കാഴ്ചപ്പാടുള്ളത്? അന്ന് എന്നിട്ട് വനിതാ മതിലുണ്ടാക്കി. എങ്ങനെയുണ്ട് ആ വനിതാ മതിൽ എന്ന് പറഞ്ഞാൽ ആരാ? അതിൽ മുഖം മൂടുന്ന മുസ്ലിം സ്ത്രീകളുണ്ട്. സ്വന്തം മുഖം പുറത്ത് കാണിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്ത്രീ വന്ന് പറയുകയാണ് എന്ത് മറ്റവർക്ക് എവിടെ ശബരിമലയിൽ പ്രവേശിക്കാൻ സ്വാതന്ത്ര്യം വേണം. വലിയ തമാശ. കേരളത്തിലെ 10,000-ഓളം മുസ്ലിം ദേവാലയങ്ങളിൽ വെള്ളിയാഴ്ചയ്ക്ക് പെണ്ണുങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. അതാരും മിണ്ടൂല. കാരണം ഇത് മുഴുവൻ മറ്റിടത്ത് മതിയല്ലോ. കാരണം ഇത് ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കിൻ്റെ പ്രശ്നമാണ്. വലിയ തമാശ. എന്നിട്ടോ നവോത്ഥാന സംരക്ഷണം ഉണ്ടാക്കി, അതിന് സമിതി ഉണ്ടാക്കി. അതിൻ്റെ കൺവീനർ ആരാ? വെള്ളാപ്പള്ളി നടേശൻ. അതായത് ഇവിടുത്തെ പുതിയ ഒരു കാര്യവും തിരിയാത്ത ഇവിടുത്തെ ഈ ഇങ്ങനെ സമുദായ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പിന്തിരിപ്പൻ എന്നെല്ലാ അർത്ഥത്തിലും പറയാവുന്ന, വളരെ വിഭാഗീയമായി ചിന്തിക്കുകയും വളരെ അതായത് സമൂഹത്തെ പിന്നോട്ട് പിടിച്ചു വലിക്കുന്ന മട്ടിൽ ഇവിടെ വർഗീയ ധ്രുവീകരണം, വർഗീയമായ ചേരിതിരിവ്, പോളറൈസേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്ന മട്ടിൽ മാത്രം സംസാരിക്കുന്ന ആളാണ് ആര്? വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് എൻ്റെ കണക്കിന് CPM-ൻ്റെയും BJP-യുടെ ഇടയ്ക്കുള്ള പാലമാണ്. പിണറായി വിജയൻ എന്താവശ്യമുണ്ട് വെള്ളാപ്പള്ളിയോട് പറഞ്ഞാൽ മതി. വെള്ളാപ്പള്ളിക്ക് എന്താവശ്യമുണ്ട് പിണറായിയോട് പറഞ്ഞാൽ മതി. ഇതാണ് അതൊരു മാഫിയയാണ്, ഒരു സംശയമില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ ചോദിച്ചല്ലോ ഇവിടെ ഇവരൊക്കെ എന്താ അനുകൂലിക്കുന്നത്. എൻ്റെ കണക്കിന് NSS-നും SNDP-ക്കും ഒക്കെ ഇതുപോലെ എൻ്റെ നേതാക്കന്മാർക്കൊക്കെ എന്തെങ്കിലും വ്യക്തിപരമായ നിക്ഷിപ്ത താല്പര്യം ഉണ്ടാവും. എനിക്ക് തെളിവില്ല, ഞാൻ ഊഹം പറയാണ്. അല്ലാണ്ട് അനുകൂലിക്കേണ്ട പ്രത്യക്ഷത്തിലൊന്നുമില്ല. അല്ല നമുക്കറിഞ്ഞൂടാ, അത് അങ്ങനെ ആരോപണങ്ങൾ. ഞാൻ പണ്ട് സമുദായ ശക്തികൾ എന്ന് പറയുന്ന ആ സമുദായത്തിൻ്റെ ഒരു നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ SNDP ആണെങ്കിൽ ഈഴവ സമുദായത്തിന് വേണ്ടി അവരുടെ കിട്ടുന്ന സാമൂഹിക നീതിയുടെ പ്രശ്നങ്ങൾ. ഞാൻ ചോദിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഈഴവന്മാർക്ക് മുസ്ലിങ്ങളെ കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയുന്നത് എവിടുത്തെ നീതിയാണ്? ഇവിടുന്ന് ഇപ്പോൾ 5-6 കിലോമീറ്റർ പോയാൽ മലപ്പുറം ജില്ലയാണ്. നമുക്കറിയാത്ത ഏതോ വിദൂര ദേശത്തല്ല മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. അവിടെ എങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മലപ്പുറം ജില്ല എന്ന് പറയുന്ന ഉടനെ അല്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്, ആളുകൾ പഠിക്കുന്നുണ്ട്, ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്, അവിടെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നുണ്ട്, സിവിൽ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നുണ്ട്, ബസ്സിൽ ജോലി ചെയ്യുന്നുണ്ട്, ഹോട്ടലിൽ ജോലി ചെയ്യുന്നുണ്ട്. ആരൊക്കെ? അപ്പം ഈ തരത്തിൽ ഈ ഈഴവന്മാർക്ക് ജീവിക്കാൻ വയ്യ എന്ന് പറയുന്നതാണോ നീതി? അപ്പം ഇങ്ങനെ നാരായണഗുരു പ്രധാനപ്പെട്ട 2 കാര്യമാണ്. ഒന്ന്, ജാതി ചോദിക്കരുത് പറയരുത്. 2, മദ്യം ഉണ്ടാക്കരുത്, വിൽക്കരുത്, കുടിക്കരുത്. ഇത് രണ്ടിനും എതിരായിട്ട് മാത്രം ജീവിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി. അദ്ദേഹമാണ് ഗുരുദേവൻ്റെ ഉപദേശങ്ങൾ ശ്രദ്ധിച്ച് ജീവിക്കുന്ന ആളാണ് പിണറായി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അല്ല, വെള്ളാപ്പള്ളി പറഞ്ഞതിനെ നിഷേധിച്ചില്ല എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ മാഷ് പറഞ്ഞ പോലെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തു. അതെ, അല്ല ആലോചിച്ച് നോക്കൂ, പിണറായി സംസാരിക്കുന്നത് എത്ര. ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങളുടെ MLA ആയിരുന്നു മത്തായി ചാക്കോ. അദ്ദേഹം മരിച്ച 2006 എനിക്ക് തോന്നുന്നു.
അദ്ദേഹം ഞങ്ങൾ ഇവിടുന്ന് ജയിച്ചു 6 മാസത്തിന് അദ്ദേഹം മരിച്ചുപോയി. സത്യപ്രതിജ്ഞ എടുത്തതിന് മുമ്പേ മരിച്ചുപോയി. അത് വലിയൊരു ഇതായിരുന്നു. അപ്പോൾ താമരശ്ശേരി രൂപതയിലെ ബിഷപ്പ്, അദ്ദേഹത്തിൻ്റെ പേര് മാർ പോൾ ചിറ്റിലപ്പള്ളി എന്നാണ് ഞാൻ ഓർക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ബോധപൂർവം അന്ത്യകുദാശ സ്വീകരിച്ചിട്ടാണ് മത്തായി ചാക്കോ കർത്താവ് നിദ്ര പ്രാപിച്ചത്. എന്നാൽ ചുരുക്കത്തിൽ അദ്ദേഹം ഭക്തനായിരുന്നു, വിശ്വാസിയായിരുന്നാണ് ബിഷപ്പ് പറഞ്ഞത്. അത് സത്യമല്ലെന്ന് എനിക്കറിയില്ല, നമുക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ വിഷയമല്ല, അദ്ദേഹത്തിൻ്റെ വിഷയമായിരിക്കും ബിഷപ്പിൻ്റെ. അദ്ദേഹം അടുത്ത് പറഞ്ഞോട്ടെ. ഇത് കേട്ടിട്ട് അന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പിണറായി വിജയൻ. അദ്ദേഹം എന്താ പറഞ്ഞത്? പച്ചക്കള്ളമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് പറഞ്ഞ ആളെ നികൃഷ്ടജീവി എന്ന് വിളിച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ ഭക്തനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ അക്ഷരാർത്ഥമുള്ള സഹയാത്രികനായ വെള്ളാപ്പള്ളി വരുന്നു. അതിന് മറുപടി ഇല്ല. അത് പിണറായിയുടെ കാറിലാണ് വന്നത്. അതെ അതെ, അതാ സഹയാത്രികൻ ഞാൻ പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ കാറാണ് അത്. ഈ നമ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാറാണ്. പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കാറല്ല അത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം കൊണ്ടു നടക്കുന്ന ആളാണ് ആര്? വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ്? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി സമുദായങ്ങളെ സംരക്ഷിക്കുക, നല്ല സംരക്ഷണമല്ലേ? ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം വേറെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ വഖഫ് ബോർഡ്, ഈ നമ്മൾ വിചാരിക്കും ഹിന്ദു ദേവാലയങ്ങളിൽ മാത്രമാണ് ഈ തട്ടിപ്പും ഈ കള്ളത്തരവും കൊള്ളത്തരവും ഒക്കെ ഉള്ളത്. ഇതെല്ലാ ദേവാലയങ്ങളും ഉണ്ട്. ഇടവകയിലെ പല ബിഷപ്പുമാരെ പറ്റി ഈ പരാതിയുണ്ട്, വഖഫ് ബോർഡിനെ പറ്റി ഈ പരാതിയുണ്ട്. ഇപ്പം ഞങ്ങളുടെ നാട്ടിലുണ്ട്. വെറുതെ പറയുന്നതല്ല. കാരണം ഈ ദൈവം എന്താ ചെയ്യാന്നുള്ളതിനെ പറ്റി നമ്മളെക്കാൾ വിവരം ഉണ്ടാവുമല്ലോ പുരോഹിതന്മാർക്ക്. അതെ, നിങ്ങൾക്കും എനിക്ക് അറിയണം ദൈവം എന്താ ലിമിറ്റേഷൻ കറക്റ്റ് അറിയുന്ന ആൾക്കാർ. ആലോചിക്ക്. അപ്പോൾ എന്തുണ്ടായത്? വഖഫ് ബോർഡിൻ്റെ നിയമനം PSCക്ക് വിടുക എന്ന് പറഞ്ഞു. 2ാം പിണറായി സർക്കാർ പറഞ്ഞ ഞാൻ ഇപ്പോൾ എൻ്റെ കാര്യം പറയാണ്, അതിന് വളരെ അനുകൂലമായിരുന്ന ഒരാളാണ്. ചാനൽ ചർച്ചയിലൊക്കെ അങ്ങനെ സംസാരിച്ച ആളാണ്. അതിനെ EK സംസ്ഥയിലെ ഒരു പിണറായി അനുഭാവ ഗ്രൂപ്പുണ്ട്, അവരതിനെ എതിർത്തു. ഉടനെ അദ്ദേഹം പിൻവലിച്ചു. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ എന്താ സോഷ്യൽ എഞ്ചിനീയറിങ്, ഇങ്ങനെ എഞ്ചിനീയറിങ്. കാരണം മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടാൻ വേണ്ടി അവരാകുന്നത് നോക്കി. തൽക്കാലം അതിന് നിന്നില്ല. അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള അവരുടെ വോട്ട് ബാങ്കാണ് ആര്? EK സംസ്ഥ. അതിൽ ഒരു വിഭാഗത്തിനെ വിമത വിഭാഗമാക്കി എടുക്കാൻ പറ്റുമെന്നുള്ള ശ്രമിക്കുകയാണ്. അതുപോലെ അവർ തന്നെ അത് പറഞ്ഞത്, ഇവിടെ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേ യൂണിഫോം എന്ന് പറഞ്ഞു. ഉടനെ അവരെ എതിർത്തു. ഉടനെ അത് പിൻവലിച്ച് എന്ത് പറഞ്ഞു? അത് സ്കൂളുകൾക്ക് തീരുമാനിക്കാം. ഇപ്പോൾ സുംബ നൃത്തം എന്ന് പറഞ്ഞു. നല്ലൊരു കാര്യമല്ലേ, വളരെ നല്ല കാര്യമല്ലേ. അത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഒന്ന് പറയും. 2 ദിവസം കഴിയുമ്പോൾ ഇവർ പറയുമ്പോൾ വാരും ചുരുട്ടി ഓടും. ഇത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇവരുടെ പൗരോഹിത്യത്തെ ശക്തിപ്പെടുത്തുക, പൗരോഹിത്യത്തെ ശാക്തീകരിക്കുക, അതാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ളതുകൊണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച എന്താണെങ്കിലും തിരക്കില്ല, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞില്ല, പാലാ ബിഷപ്പ് ഒരു പ്രസ്താവന എന്താണ്? ഇവിടെ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഉണ്ട്. അതെന്താ അർത്ഥത്തിലാണ് പറഞ്ഞില്ല. ഇത് രണ്ടും ഇല്ലയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ വിശ്വാസം അത് വിഷയമല്ല. സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞ് 15ാമത്തെ ദിവസമാണ്. 15 ദിവസം ഇവർ തമ്മിൽ അടിച്ചു. ആര്? മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ അടിക്കാൻ വേണ്ടിയാണ് ബിഷപ്പ് പറഞ്ഞത്. കാരണം ഈ UDFൻ്റെ ബലം എന്ന് പറഞ്ഞത് ക്രിസ്ത്യൻ മുസ്ലിം ഐക്യമാണെന്ന് LDFന് അറിയാം. അപ്പോൾ അവർക്ക് ഇപ്പം മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ INL എന്നവർ ഒരു കൂട്ടർ മാത്രമേ ഇവരുടെ കൂടെ ഉള്ളൂ, ബാക്കി ആരുമില്ല. അപ്പോൾ പിന്നെന്താ ചെയ്യാൻ പറ്റുക? മുസ്ലിം ക്രിസ്ത്യൻ ഡിവൈഡ് ഉണ്ടാക്കുക. അതിപ്പോൾ ചെയ്യുന്നുണ്ട് അവർ. പിണറായി ചെയ്യുന്നുണ്ട്, പാർട്ടി CPM ചെയ്യുന്നുണ്ടത്. അപ്പോൾ ഇതിനെയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇതൊന്നും രാഷ്ട്രീയ പ്രവർത്തനമല്ല, ഇതൊക്കെ കുത്തിത്തിരിപ്പാണ്. അതേപോലെ തന്നെ അഴിമതി ആരോപണങ്ങൾ. ഇപ്പോൾ UDF ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ ശക്തമായൊരു അഴിമതി ആരോപണം ഉയർത്തിക്കൊണ്ടുവരാൻ ഇപ്പോൾ കോടതികൾ പല പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട്. ഈ SFIയുടെ കേസുകൾ വന്നിട്ടുണ്ട്, പിണറായി വിജയൻ്റെ മക്കൾക്കെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ശക്തമായ ഇപ്പോൾ സോളാർ സമരമൊക്കെ പോലെ വലിയൊരു സമരം ഉയർത്തിക്കൊണ്ടുവരാൻ UDFന് സാധിച്ചിട്ടുണ്ട് ശരിക്കും? ഇല്ല, UDF സാധിച്ചിട്ടില്ല. നല്ല ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം ആരോപണം ഉന്നയിക്കുന്ന ഒരാളുടെ പോലും പേരോ ചിത്രമോ ഇല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ. കേസെടുത്തിട്ട് മുന്നോട്ട് പോയല്ലോ കുറച്ച് നേരം പോലീസ്. ഇപ്പോൾ സ്വപ്ന സുരേഷ് കൃത്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ എന്ന് പറഞ്ഞല്ലോ, അന്നത്തെ സ്പീക്കർ ശ്രീരാമകൃഷ്ണനെതിരായിട്ട്, ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ട്, ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെതിരായിട്ട് പറഞ്ഞല്ലോ. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട്
ഒരു പരാതി കോൺഗ്രസ്സുകാരും കൊടുത്തത് ഞാൻ അറിയില്ല. വളരെ ലളിതമല്ലേ അത്? അവസരങ്ങൾ അല്ല ആലോചിച്ച് നോക്കൂ. സ്വപ്ന സുരേഷ് എന്തെല്ലാം പരാതി പറഞ്ഞു? അവർക്ക് 30 കോടി കൊടുക്കാമെന്ന് പറഞ്ഞു. സ്വപ്ന സുരേഷിൻ്റെ ഒരു കാര്യവും ഉപയോഗിക്കാനുള്ള കാര്യപ്രാപ്തി UDF ഉണ്ടായിട്ടില്ല. കോൺഗ്രസിനാണ് ഉണ്ടാവേണ്ടത്. ഒരു കാര്യമില്ലാത്ത പച്ചക്കളവായിരുന്നല്ലോ സരിതാ നായർ പറഞ്ഞത്, അല്ലേ? അതിപ്പോൾ അതിന് സാക്ഷി കള്ളസാക്ഷി പറഞ്ഞത് PC ജോർജ് മാത്രമല്ലേ, അല്ലേ? പിന്നെ ഇതേ സരിതാ നായരുടെ വാക്കു കേട്ടിട്ട് ഈ ജോർജിനെ അറസ്റ്റ് ചെയ്തല്ലോ പിണറായി ഗവൺമെൻറ്, അല്ലേ? ആലോചിച്ച് നോക്കൂ. ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം എത്ര മലീമസമാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രശ്നവും, ഇവിടുത്തെ കൃഷി അല്ലെങ്കിൽ ഇവിടുത്തെ കച്ചവടം അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇവിടുത്തെ പരിസ്ഥിതി അല്ലെങ്കിൽ ഇവിടുത്തെ ആശാവർക്കർമാർ, ഇങ്ങനത്തെ ഒരു കാര്യവും ചർച്ച ചെയ്യാതെ ഇപ്പോൾ സാമാന്യമായി പെണ്ണുങ്ങളുടെ വർത്തമാനം മാത്രം പറയുന്നൊരു ഏർപ്പാടാണ്. പിന്നെ സമുദായ രാഷ്ട്രീയം അല്ല, അതൊക്കെ ജാതിയും പുരോഹിതന്മാരാണ്. ഈ പുരോഹിതന്മാരും ഈ പെണ്ണുങ്ങളുമാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് കേരളത്തിൽ. മൊത്തത്തിൽ ആ ഒരു രാഷ്ട്രീയം പറയാതെ അല്ല, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒന്നാമത് രാഷ്ട്രീയം എന്ന് പറയുന്നത് നീതിബോധത്തിൽ നിന്നുണ്ടാവുന്ന ഒരു അനീതി കാണുമ്പോൾ, ഒരു അന്യായം കാണുമ്പോൾ, ഒരു അക്രമം കാണുമ്പോൾ അതിനെ ചെറുക്കാനുള്ള, അത് നാളെ ആവർത്തിക്കാതിരിക്കാനുള്ള നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ പേരാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ പ്രതിപക്ഷം പരാജയപ്പെടുന്നു എന്ന് പറയുമ്പോഴും വലിയൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എങ്കിൽ അതിനെ കവച്ചു വെക്കാൻ ഒരു സർക്കാരിന് സാധിക്കുമോ? ഈ ജനങ്ങൾ ഇറങ്ങി ഒരു പ്രതിപക്ഷമായി മാറില്ലേ ശരിക്കും? അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ ഇവിടുത്തെ UDF ശക്തമായ പ്രതിപക്ഷമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല, പലർക്കും അഭിപ്രായമില്ല. അപ്പോൾ ഞാൻ എൻ്റെ തെളിവാണ് പറഞ്ഞൊക്കെ. ഇപ്പോൾ ഇന്ന് വരെ കേരളം ഭരിച്ച മുഖ്യമന്ത്രികളിൽ ഒരാളും ഈ അളവിലുള്ള അഴിമതി ആരോപണം കേട്ടിട്ടില്ല. ഇപ്പോൾ പിണറായി വിജയൻ്റെ ലാവലിംഗ് കേസ് 38 വട്ടം മാറ്റിവെച്ചു. അദ്ദേഹത്തിൻ്റെ മകളുടെ കേസ് ഇപ്പോൾ 9 വട്ടം മാറ്റിവെച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെതിരായിട്ട് ED നോട്ടീസ് ഉണ്ടെന്നുള്ളത് അതൊക്കെ ഇവർ അറിയുന്ന 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്. സ്വപ്ന സുരേഷ് പരിഹസിച്ച് ചോദിക്കുന്നു, ഓ നിങ്ങളിപ്പോൾ വിവരം അറിഞ്ഞോ? സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവരൊരു കളവും പറഞ്ഞിട്ടില്ല. അവർക്ക് പലരെ പറ്റിയും പറയാമായിരുന്നു. അവർ പറഞ്ഞില്ലല്ലോ. സരിതാ നായർ ആരെ പറ്റിയും പറയുമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സ്വപ്ന സുരേഷ് KT ജലീലിനെതിരായിട്ട് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. അവർക്ക് പറയാമല്ലോ, അന്ന് പറഞ്ഞാൽ നടക്കുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ സ്വപ്ന സുരേഷിൻ്റെ മൊഴി ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ ഈ കാര്യങ്ങൾ ആ ഗവൺമെൻറ് ആ അന്നത്തെ മന്ത്രിമാർക്കെതിരായിട്ട് ഒരു ഫൈറ്റ് നടത്താനുള്ള, അപ്പോൾ ഇവർക്ക് ഒരു കാര്യത്തിലും ഒരു പ്രാപ്തിയുള്ള കൂട്ടരല്ല കോൺഗ്രസ്സുകാർ. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നന്നായിട്ട് സംസാരിക്കുന്ന കുറച്ച് യുവനിര, ഇപ്പോൾ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, പിന്നെ VT ബൽറാം, വിഷ്ണുനാഥ്, പിന്നെ ലിജു, അങ്ങനെ മിടുക്കന്മാരുണ്ട്. അതില്ലാന്നല്ല പറഞ്ഞത്. പക്ഷേ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിനൊരു ഐക്യം ഉണ്ടാക്കാൻ ഇപ്പോൾ അത് UDFന്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കും തോന്നുന്നു. ആണല്ല. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, വളരെ യോഗ്യനായ ഒരാളല്ലേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹം എന്തിനാ സ്ഥാനത്ത് പോയത്? വളരെ യോഗ്യനല്ലേ VM സുധീരൻ. അദ്ദേഹം എന്തിനാ സ്ഥാനത്ത് പോയത്? കണ്ടോ? അപ്പോൾ ഈ തിക്കിത്തിരക്കി ഇവരുടെ ഇപ്പം ആലോചിച്ച് നോക്കൂ. KPCC പുനഃസംഘടിപ്പിച്ചു, 58 സെക്രട്ടറിമാരാണ്. KPCCക്ക് 58 സെക്രട്ടറിമാർ. എന്തിനാ ഉള്ളത് എനിക്കറിഞ്ഞൂടാ. നമുക്കിത് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോൺഗ്രസിൻ്റെ ഈ പിടിപ്പുകേട് കൊണ്ട് ഈ UDFന് ശിഥിലമായി ഒരുപക്ഷെ ലീഗ് കൂടി വിട്ടുപോയാൽ, അതാണ് പ്രധാനപ്പെട്ട. LDFിൽ പോയാൽ പിന്നെ ഇവിടെ ഭരണം മാറുന്ന പ്രശ്നമില്ല. പിന്നെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ കച്ചവടം തീർന്നു. പിന്നെ BJP പവറിൽ വരും. കാരണം LDFിൽ മുസ്ലിം ലീഗ് ഉണ്ടാകുമ്പോൾ BJPക്ക് വളരെ സൗകര്യം അത് വലിയ അവസരമാക്കി എടുക്കും. ഈ തിരിച്ചുവരവിനുള്ള ഒരു പ്രതീക്ഷ UDFന് വെക്കാൻ എന്തെങ്കിലും ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട് പക്ഷേ? അല്ല, ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ജനങ്ങളുടെ ഒരു 7ാം ഇന്ദ്രിയുണ്ട്, അതിൽ വിശ്വാസമുള്ള ആളാണ് ഞാൻ. ജനങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് ഈ രാഷ്ട്രീയക്കാരെ നോക്കാതെ, ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ 77 ഇലക്ഷനിൽ റായ്ബറേലി മണ്ഡലത്തിൽ അവിടുത്തെ സാധാരണക്കാർ, നിരക്ഷരന്മാരായ UPയിലെ ദരിദ്രന്മാരും നിരക്ഷരന്മാരും തൊഴിലാളികളായ ആളുകൾ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചു. ആരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ? രാജ്നാരായണൻ്റെ. രാജ്നാരായണൻ ഒരു വലിയ നേതാവായിരുന്നില്ല, ഒരിക്കലും ആയിരുന്നില്ല, അതാണ്. അങ്ങനെ ഒരു സാധനം ജനങ്ങളുടെ ജനാധിപത്യത്തിൻ്റെ ജനങ്ങളുടെ
ഏഴാം ഇന്ദ്രിയം, യുക്തി കൊണ്ട് നിങ്ങൾ എത്താൻ പറ്റില്ല. 5 ഇന്ദ്രിയങ്ങളും പിന്നെ മനസ്സും, അതാണ് 6ആം ഇന്ദ്രിയം. 7ആം ഇന്ദ്രിയം നിങ്ങൾക്ക് വാക്കുകൊണ്ട് യുക്തി കൊണ്ട് ഉണ്ടാക്കണം. അപ്പോൾ അവർ പിണറായി വിജയൻ്റെ ഈ 2 മന്ത്രിസഭയും കാണിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് 2ാം മന്ത്രിസഭ, 1ാം മന്ത്രിസഭയിൽ ഞാൻ ആ അളവിൽ കുറ്റം പറയില്ല. അത് ഞാൻ അന്നും പറഞ്ഞില്ല, എപ്പോഴും പറയുന്നില്ല. നമ്മൾ സത്യം പറയണമല്ലോ. സത്യം നമുക്ക് മനസ്സിലായി സത്യമില്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിന് 3ആം ഊഴം കൊടുക്കുകയില്ല എന്ന പ്രതീക്ഷയിലാണ് ഞാൻ. ആ പ്രതീക്ഷയായിരിക്കും UDF-നും അത് മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അല്ലേ? ഓക്കെ, നന്ദി.